ആചാരത്തനിമയിൽ കോഴിക്കുളങ്ങര പൂജ. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാരായണമംഗലം കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന കോഴിക്കുളങ്ങര പൂജ നടന്നു. കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 നേരത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി 11:30 നടയടച്ച് കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസത്തെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളുമായി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം കിഴക്കേ നടയിൽ നിന്നും നാദസ്വരത്തിന്റെയും ശംഖനാദത്തിന്റെയും അകമ്പടിയോടെ കാവിൽക്കടവിലെത്തി അവിടെ നിന്നും പരമ്പരാഗത രീതിയിൽ 2 വള്ളങ്ങളിലായി കോഴിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ കടവിലെത്തി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും എത്തിയ സംഘത്തെ താലങ്ങളോടും നാദസ്വരത്തോടും കൂടി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ഭഗവതിക്ക് അഭിഷേകം, മലർ നിവേദ്യം എന്നിവയ്ക്ക് ശേഷം ശർക്കര പന്തീരുനാഴി, വെള്ളപ്പന്തീരുനാഴി, തണ്ണീരാമൃതം എന്നിവ കൂടി നിവേദിച്ചു. കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് നിവേദിച്ച ചതുശതമടക്കം ഉള്ള അന്നദാനം ഉണ്ടായിരുന്നു. 3000-ഓളം ഭക്തജനങ്ങൾ അന്നദാനത്തിൽ പങ്കെടുത്തു. യുവജനക്ഷേമം കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KK സുരേഷ് ബാബു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MP സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്രം ഉപദേശ സമിതി പ്രസിഡന്റ് KK ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. പച്ചാമ്പള്ളി രമേശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു. മണിക്കൂറല്ലേ?